ഒറ്റ രാത്രിയിൽ രണ്ട് ക്ഷീര സഹകരണ സംഘങ്ങളിൽ മോഷണം നടന്നതിന്റെ ഞെട്ടലിലാണ് കുരിനാട് വാക്കാട് പ്രദേശത്തുള്ളവർ. കുരിനാട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നിന്നും 1 ലക്ഷത്തോളം രൂപയാണ് കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്. വാക്കാട് സംഘത്തിൽ നിന്ന് 4000-ഓളം രൂപയും കവർന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രിയിലാണ് രണ്ടിടങ്ങളിലും മോഷണം നടന്നത്. രണ്ട് സംഭവങ്ങളിലും മോഷണവുമായി ബന്ധപ്പെട്ട് ഏറെ സമാനതകളുള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു. കുരിനാട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ പിൻവാതിലിലെ കൂട്ടു തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. പണം സൂക്ഷിച്ചിരുന്ന തടി കൊണ്ടുള്ള മേശ തുറന്നാണ് പണം എടുത്തത്. മേശയുടെ താക്കോൽ സെക്രട്ടറി കൈവശം സൂക്ഷിച്ചിരുന്നതായി പറയുന്നുണ്ട്. എന്നാൽ താക്കോൽ ഏതെങ്കിലും തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് മേശ തുറന്നിരിക്കാനുള്ള സാധ്യത പോലീസ് കണക്കിലെടുത്തിട്ടുണ്ട്. മേശയുടെ പൂട്ട് പൊളിക്കാത്ത സാഹചര്യത്തിലാണ് താക്കോൽ ഉപയോഗിച്ച് തന്നെ പൂട്ട് തുറന്നിരിക്കാമെന്ന കണക്കുകൂട്ടലിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കാഴ്ചപ്പാടുകൾ നീളുന്നത്. മേശയ്ക്കുള്ളിലാണ് 1 ലക്ഷത്തോളം രൂപ സൂക്ഷിച്ചിരുന്നത്. വാക്കാടിലും ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ പിൻവാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കിടന്നത്. മാസികയിലും മേശയിലുമായി സൂക്ഷിച്ചിരുന്ന പണമാണ് ഇവിടെ കവർ ചെയ്യപ്പെട്ടത്. കുരിനാട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ മോഷണം സംബന്ധിച്ച് നാട്ടുകാരിൽ ഒരാളും ഗ്രാമപഞ്ചായത്ത് അംഗവും പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ ഈ ഗേറ്റ് തുറന്നു കിടക്കാം, ഇത് അടച്ചു. ഇവിടെ അപ്പം വെച്ച് നോക്കിയപ്പോൾ പൂട്ട് തുറക്കാനായിട്ട് നോക്കിയപ്പോൾ പൂട്ട് ലോക്ക് രണ്ടും ഇങ്ങനെ മാറിയിരിക്കുക. ഉടനെ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ അപ്പുറത്തെ എളുപ്പമല്ല. ഒരു 3-4 കണ്ണു. അന്ന് അപ്പോഴേ എനിക്ക് സംശയം തോന്നി. ഞാൻ പ്രസിഡന്റിനെ വിളിച്ചേക്ക് ഇവിടെ വന്ന് പ്രസിഡന്റ് പറഞ്ഞു തുറക്കണ്ട, പോലീസിനെ വരുത്താം എന്ന് പറഞ്ഞ് പോലീസ് വന്നു. അവർ വന്നിട്ട് തുറന്നു. അവർക്ക് കടുങ്കാപ്പി, ഒരാൾക്ക് 2 പേരുണ്ടായിരുന്നു. ഒരാൾ കടുങ്കാപ്പി കുടിച്ചു, ഒരാൾ കുടിച്ചുമില്ല. അകത്തൊക്കെ കയറി എന്നൊക്കെ പോയി നോക്കി പിന്നെ അന്വേഷണമൊക്കെ തുറന്നു നോക്കി ഞങ്ങൾ. എന്നുവെച്ചാൽ ഞാൻ ഇവിടുത്തെ പണിയും നടത്തി. ഇപ്പോൾ എന്നുവെച്ചാൽ പറഞ്ഞ് വേണ്ട തുറക്കണ്ട, അടച്ചേക്കാൻ പറഞ്ഞ് അടച്ചു. ഇത്രയാണ് സംഭവം. ഒരു മോഷണ ശ്രമം നടന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. അതനുസരിച്ച് പോലീസിൽ അറിയിക്കുകയും പോലീസ് വന്ന് മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കോട്ടയത്തിന് ഫിംഗർ പ്രിന്റ് വിദഗ്ധർ വരുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. കാലിത്തീറ്റയുടെ പൈസ ഇന്നലെ കാലിത്തീറ്റ എടുക്കേണ്ടതായിരുന്നു. അതിൻ്റെ പൈസ അവിടെ ഉണ്ടായിരുന്നു. അതും കർഷകർക്ക് കൊടുക്കേണ്ട ഇൻസെൻറ്റീവും എല്ലാം ഉൾപ്പെടെ 1.5 ലക്ഷം രൂപയോളം ഉണ്ടെന്നാണ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റ് പൈസ സെക്രട്ടറി പറഞ്ഞാലേ അറിയത്തുള്ളൂ. എന്തായാലും കർഷകർക്ക് ഈ പൈസ നഷ്ടപ്പെടാതെ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വാക്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ മോഷണം സംബന്ധിച്ച വിശദീകരണം. 5 മണിക്ക് എടുത്ത് ജീവനക്കാരൻ വന്ന് തുറക്കാൻ നോക്കുമ്പോൾ പുറകിലത്തെ താഴ് അകത്ത് ഇതിനകത്ത് ആള് കയറിയിട്ടുണ്ട്. മേശയുടെ വലിപ്പൊക്കെ തുറന്ന് ട്രോയൊക്കെ തുറന്ന് സാധനം എല്ലാം അഴിച്ചു കഴിഞ്ഞാൽ ഇട്ടിരിക്കും. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾ എൻ്റെ പ്രസിഡൻ്റെ ആളുകളൊക്കെ വിളിച്ച് അറിയിച്ച് അവർ വന്ന് നോക്കുമ്പോൾ എല്ലാ ട്രോയും കുത്തി തുറന്നിട്ടുണ്ട്. പൈസ ഇരുന്നൊന്നും കാണാനില്ല. എത്ര പൈസ പോയി? പൈസ ഏകദേശം ഒരു 3000 രൂപയോളം അൽമാരിക്കകത്തുണ്ടായിരുന്നു. അത് പോയി. പിന്നെ അപ്പുറത്തെ മേശയ്ക്കകത്ത് ഒരു 1000 രൂപ ഉണ്ടായിരുന്നു. മാസികക്കകത്ത് വെച്ചേക്കായിരുന്നു. അവിടുത്തെ ജീവനക്കാരൻ്റെ ആ മാസിക ഉൾപ്പെടെ അതിനകത്തില്ലായിരുന്നു. അതുപോലെ ഒത്തിരി സാധനങ്ങളെല്ലാം നമുക്ക് കുഴച്ച് മറിച്ച് ചെക്ക് ബുക്കൊക്കെ എടുത്ത് പുറത്തിട്ടിരിക്കുകയാണ്. താക്കോൽ ഇതിനകത്ത് ഇതിൻ്റെ 2 താക്കോലുണ്ടായിരുന്നു. അതെടുത്ത് എണ്ണയൊക്കെ ഇട്ട് പിടിച്ച് വളച്ചിട്ടുണ്ട്. കുരിനാട്ടെ മോഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റുമാനൂർ CI ഷാജു ജോസഫിന്റെ നേതൃത്വത്തിൽ ഉള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഏറ്റുമാനൂർ CI ഷാജു ജോസഫ്, കുറവലങ്ങാട് SI KN ഷാജിമോൻ, കുറവലങ്ങാട് ASI പോൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കടുത്തുരുത്തി SI MS ഷാജഹാന്റെ നേതൃത്വത്തിലാണ് വാക്കാടെ മോഷണം സംബന്ധിച്ച അന്വേഷണം നടക്കുന്നത്.